അരുവിക്കര LP സ്കൂളിൽ അധ്യാപകരെ സ്കൂളിനുള്ളിലാക്കി സമരാനുകൂലികൾ ഗേറ്റ് പൂട്ടി. വൈകുന്നേരമായിട്ടും സമരാനുകൂലികൾ ഗേറ്റ് തുറന്നില്ല. പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് എത്തി പൂട്ട് തല്ലി തകർത്താണ് ഗേറ്റ് തുറന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, ഇത് മറ്റൊരു സമരാഭാസം എന്നേ പറയാൻ കഴിയൂ. ഈ ഗേറ്റ് പൂട്ടിയിട്ട് പോവുക, എന്നാൽ സമയം തീരുന്ന സമയത്ത് വന്ന് തുറക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം, അതും ഉണ്ടായില്ല. ഇപ്പം എന്തായാലും ഒരു പൂട്ട് ഈ സർക്കാർ സ്കൂളിന് നഷ്ടപ്പെട്ടു എന്നതാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. എന്താണ് സംഭവിച്ചത്? ദിനേശ്, ഈ അരുവിക്കരയിൽ സമരക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കാതെ സ്കൂളിൽ ജോലിക്ക് വരുന്നവർ പണിയെടുത്തിട്ട് പോയാൽ മതി എന്ന നിലപാടെടുത്തു. അരുവിക്കര LP സ്കൂളിൽ രാവിലെ അധ്യാപകർ ജോലിക്കെത്തി, സമരത്തെ അനുകൂലിക്കാത്തവർ. അപ്പോൾ അവർ ജോലിക്കെത്തിയതിനു ശേഷം ഒപ്പിട്ട് ഒരു 11 മണിയോടെ ഒപ്പിട്ട് മടങ്ങാനുള്ള നീക്കമായിരുന്നു. അപ്പോൾ സമരത്തെ അനുകൂലിക്കുന്നവർ സ്കൂളിന് പുറത്തുണ്ടായിരുന്നു. അവർ ഒപ്പിട്ടെങ്കിൽ നിങ്ങൾ വൈകിട്ട് സ്കൂൾ സമയം കഴിഞ്ഞ് പോയാൽ മതി എന്ന നിലപാടെടുത്തു. പക്ഷേ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഉച്ചയോടെ അവർ സ്കൂളിലെ ഗേറ്റ് പുറത്തു നിന്ന് പൂട്ടുകയായിരുന്നു. വൈകിട്ട് 3:30 മണിയായപ്പോൾ ഇവർ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകാൻ അധ്യാപകർ ഒരുങ്ങുമ്പോഴാണ് ഗേറ്റ് പൂട്ടിയത് അറിയുന്നത്. തുടർന്ന് അരുവിക്കര CAയുടെ നേതൃത്വത്തിൽ അവിടെ എത്തി പൂട്ട് തല്ലിപ്പൊളിച്ചാണ് ഈ അധ്യാപകരെ പുറത്തേക്ക് എത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ പൂട്ട് പൊളിക്കാൻ ശ്രമിക്കുമ്പോഴും CHU പ്രവർത്തകർ അതിന് എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു. തൊട്ടടുത്ത് അരുവിക്കര ഹയർ സെക്കൻഡറി സ്കൂളിലും സമാനമായി തന്നെയായിരുന്നു സംഭവം. പക്ഷേ അവിടെ അധ്യാപകരോട് വൈകിട്ട് മാത്രമേ നിങ്ങൾക്ക് പോകാൻ സാധിക്കൂ എന്ന് പറയുകയും അവരുടെ ഗേറ്റ് പൂട്ടുകയും ചെയ്തു. പക്ഷേ 4:30 ആകുമ്പോൾ തുറന്നു തരാമെന്ന് പറഞ്ഞ് 4:30 മണിയായപ്പോൾ സമരാനുകൂലികൾ വന്ന് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയ അധ്യാപകരെ സമരാനുകൂലികൾ കൂവി വിളിച്ച് പ്രതിഷേധിച്ചാണ് അവരെ പുറത്തേക്ക് വിടുകയും ചെയ്തത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അരുവിക്കരയിലെ സ്കൂളിലാണ് അധ്യാപകർ സാധാരണ രീതിയിൽ ജോലിക്കെത്തി അവരെ സമരാനുകൂലികൾ വന്ന് ശരി, നമുക്ക് ആ ദൃശ്യങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാം. ശരിയല്ല, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അല്ല പ്രശാന്ത്, അത് ചെയ്യരുതെന്ന് ഈ ആള് പറഞ്ഞ എന്താണ്? പൂട്ട് പൊളിക്കരുതെന്നാണോ പോലീസുകാരോട് പറയുന്നത്? അപ്പൊ ആ പൂട്ടിട്ടത് ശരിയാണെന്നാണോ അദ്ദേഹത്തിന്റെ പക്ഷം? അദ്ദേഹത്തിന്റെ സംസാരം കേട്ടോണ്ട് ചോദിക്കുന്നതാണ്. അതെ, വൈകിട്ട് സമയമായപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുന്ന വിവരം പോലീസ് അറിഞ്ഞെത്തുകയായിരുന്നു. സമരാനുകൂലികളാണ് ഇത് പൂട്ടിയത്. പക്ഷേ അപ്പോൾ 3:30 മണിക്ക് സ്കൂൾ വിട്ട് ഇവരെല്ലാം വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് മുമ്പ് പോലീസ് എത്തി. പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് പോലീസ് CIയുടെ നേതൃത്വത്തിൽ ഈ പൂട്ട് പൊളിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് അവർ പൂട്ട് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് CI നിയമം കയ്യിലെടുക്കരുത് എന്ന് പറഞ്ഞ് ബലപ്രയോഗത്തിലൂടെ തന്നെ പൂട്ട് തല്ലിപ്പൊളിച്ച് ജീവനക്കാരെ സ്കൂളിൽ നിന്ന് മടങ്ങാനുള്ള വഴിയൊരുക്കിയത്. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പക്ഷേ പോലീസ് എത്തേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ 4:30 മണിയായപ്പോൾ 4 മണി കഴിഞ്ഞ സമയത്ത് സമരക്കാർ തന്നെ ഈ പൂട്ട് പിന്നീട് തുറന്നു കൊടുത്തു. അവിടെയും സ്കൂൾ പൂട്ടിയിട്ടു. കാരണം പണിയെടുക്കാൻ ഇന്ന് വന്നവർ പണിയെടുത്തിട്ട് പോയാൽ മതി. ഒന്ന് പണിയെടുക്കാൻ വന്നവർ ഒപ്പിട്ട് മടങ്ങാമെന്ന ചിന്താഗതിയിൽ വന്നവരും കുറച്ചു പേരുണ്ട്, അത് സമരത്തെ എതിർക്കുന്നവർ. അപ്പോൾ അങ്ങനെ വന്നവർ വൈകിട്ട് വരെ പണിയെടുത്തിട്ട് പോയാൽ മതി എന്ന നിലപാടെടുത്ത് കുറേ സമരക്കാർ. ഇങ്ങനെ ഇത്തരത്തിലൊരു ഈ രീതിയിലുള്ളൊരു സമര രീതിയും ഇന്ന് നമ്മൾ പണിമുടക്ക് ദിവസം കാണേണ്ടി വന്നു. എന്തൊരു മര്യാദയാണ് ഒരു സ്കൂൾ പൂട്ടിയിടുക. പ്രശാന്ത് പറഞ്ഞത് ശരിയാണ്. അന്ന് നൈസായിട്ട് ഒപ്പിട്ട് പോകാമെന്ന് കരുതി വരുന്നവരുണ്ട് ഈ സമരത്തെ. അതും ശരിയല്ല. നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യണം. പിന്നെ അക്രമത്തിന്റെ ഭാഷയിൽ ബലം പിടിച്ച് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കണം, ഇറങ്ങി പോകാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അവിടെ നിൽക്കണം. അതിൽ പോലീസ് ഇവിടെ വളരെ കൃത്യമായി ഇടപെട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലയിടത്തും പോലീസ് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെയൊക്കെ. നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അധികാരമുള്ളതുപോലെ അവർക്ക് ജോലി ഇതിന് ഗുളി കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറ്റുന്നില്ല. എനിക്ക് എന്റെ ഡ്യൂട്ടി ശരിയല്ല, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ ലോക്ക് ചെയ്താ പോയി അധ്യാപകരടക്കമുള്ളവരെയാണ് സ്കൂളിൽ പൂട്ടിയിട്ടത്. അതും സ്ത്രീകളായ അധ്യാപകരെ അവിടെ പൂട്ടിയിട്ട് അത് തുറക്കാൻ വന്ന പോലീസുകാരനോട് യൂണിയൻകാർ പറയുകയാണ്, സാറേ ഇത് ചെയ്യരുത്, ശരിയല്ല എന്ന്. എന്ത് ശരികേടാണ് അല്ലെങ്കിൽ എന്ത് ശരിയാണ് അവർ ചെയ്തതെന്ന് അവർ ആലോചിച്ചില്ല. ഒരു സ്കൂളിൻ്റെ ആ നാട്ടിൽ നമ്മുടെ സ്കൂളുകളൊക്കെ അതാത് നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. ആ സ്കൂളിൻ്റെ ഗേറ്റ് പൂട്ടിയിടുക, അധ്യാപകരെ അതിനുള്ളിലിടുക,
ശരി ഇനി ഒപ്പിട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അന്ന് ഒപ്പിടാൻ സമ്മതിക്കാതെ ജോലിക്ക് കയറാൻ സമ്മതിക്കാത്തവരാണ് ഒപ്പിട്ടിട്ട് നിങ്ങൾ ഒപ്പിട്ടെങ്കിൽ നിങ്ങൾ 4 മണി വരെ ഇരുന്നിട്ട് പോയാൽ മതി എന്ന ന്യായം അവിടെ പറഞ്ഞു. എന്തായാലും പോലീസ് ഇവിടെ വളരെ ഉചിതമായ നിലയിൽ ഇടപെട്ടു എന്ന് ശരിയാണ്. ഗുളിക വേണ്ട ആളുണ്ട് എന്ന് പോലീസുകാരും പറയുമ്പോൾ ഗുളിക കൊടുക്കാമെന്നാണ് പറയുന്നത്. അതായത് അവരല്ലോ തീരുമാനിക്കേണ്ടത്. എന്തായാലും പോലീസിന്റെ നടപടിയിൽ അവിടെ കാര്യമായി കൃത്യമായി ഇടപെടൽ ഉണ്ടായെന്നത് ആശ്വാസകരമാണ്.